ഹലോ ഡിയർ ചിൽഡ്രൻ, മാത്സിലെ ടോപ്പ് സ്കോറർ ആവാൻ 4 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണെന്നറിയോ? ഒന്നാമത്തെ സ്റ്റെപ്പാണ് കോൺസെപ്റ്റ് ക്ലിയർ ആയി മനസ്സിലാക്കുക എന്നുള്ളത്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി 3 സ്റ്റെപ്പും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരിക്കലും ടോപ്പ് മാർക്ക് നേടാൻ സാധിക്കില്ല. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഓരോ കോൺസെപ്റ്റും മനസ്സിലാവാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈസി മാത്സ് ചാനൽ പഠിപ്പിക്കുന്നത് മാത്സ് വളരെ ഈസി ആയിട്ടാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്നറിയോ? റിയൽ നമ്പേഴ്സിലെ എക്സസൈസ് 1.1-ലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ LCM ആൻഡ് HCF. LCM HCFും കാണാനാണ് അല്ലേ? നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെയാണ്. ഇതിന്റെ കീവേഡ്സ് LCM HCFും കാണാനാണ്. ഓക്കെ, അപ്പോൾ ഇതില് വേറൊരു കാര്യം എന്താണ്? ഫോളോയിങ് ഇൻഡിജേഴ്സ് ബൈ അപ്ലൈയിങ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ പ്രത്യേകത ഒന്നുമില്ല. നേരത്തെ 2 നമ്പർ ആയിരുന്നു, ഇപ്പൊ എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ ഉണ്ട് അല്ലെ? ഇവിടെ ഇൻഡിജേഴ്സിന് എന്തോന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ? ഇൻഡിജേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് നമുക്ക് സോൾവ് ചെയ്തൂടെ അല്ലെ? സോൾവ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണ്. 12, 15, 21 3 നമ്പർ അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അതിന് പ്രൈം ഫാക്ടറൈസ് ചെയ്യും അല്ലേ? 12 ഇത് വളരെ സ്മോൾ നമ്പർ ആണ്, വളരെ സിമ്പിൾ ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. നമുക്ക് ബ്ലൂ ഇങ്ക് യൂസ് ചെയ്യാം. ദാറ്റ്സ് ബെറ്റർ, റൈറ്റ്? 12നെ എങ്ങനെയാ? 12 നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിൽ തന്നെ അങ്ങോട്ട് കാണാം അല്ലെ? സത്യത്തിൽ പ്രൈം ഫാക്ടറൈസേഷൻ ഇവിടെ ചെയ്യണമെന്നില്ല. 12. ഓക്കെ, 12നെ നമുക്ക് ചെയ്യാം. എങ്ങനെയാ ചെയ്യാ? 12നെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഏതെടുക്കും? 2 എടുക്കും അല്ലെ? 2. 12ൽ എത്ര 2 ഉണ്ട്? 6 പ്രാവശ്യം പോകും. വീണ്ടും 2 എടുക്കും. 6ൽ എത്ര 2 ഉണ്ട്? 3. 3 2 അല്ലേ 6. ഇനി വീണ്ടും അടുത്ത നമ്പർ 3 എടുക്കും. 3ൽ 3 ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞു. അടുത്ത നമ്പർ ഏതാ? 15. 15 എടുക്കാം. 2 എടുക്കാൻ പറ്റുമോ? ഇല്ല. 3 എടുക്കാം അല്ലെ? 15ൽ എത്ര 3 ഉണ്ടടാ? 5 3. ഓക്കെ, അപ്പൊ 5ൽ 5 ഒരു പ്രാവശ്യം. ഇനി നമുക്ക് അടുത്ത നമ്പർ ഏതാ? 21 അല്ലേ? 21 എന്ന് പറയുമ്പോ 2 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏതെടുക്കാം? 3 എടുക്കാം. 21ൽ എത്ര 3 ഉണ്ട്? 7. പിന്നെ അടുത്ത നമ്പർ ഏതാണ്? 7 അല്ലേ? 7 ഒരു പ്രാവശ്യം. അപ്പൊ നമുക്ക് 3ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടി. ഇത് നമ്മൾ എന്താ? അതിങ്ങോട്ട് എടുത്തത് അല്ലേ? അപ്പൊ നമ്മള് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 12 ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 into 2 into 3 അല്ലേ? യെസ്. ഇനി അടുത്തത് ഏതാണ്? 15. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 15 ഈക്വൽ ടു 3 into 5. അടുത്ത പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 21 ഈസ് ഈക്വൽ ടു 3 into 7. അപ്പൊ നമുക്ക് ആരെയാ കണ്ടുപിടിക്കേണ്ട? ഫസ്റ്റ് LCM HCF കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് നമുക്ക് സിമ്പിൾ. HCF ഈസ് ഈക്വൽ ടു, HCF എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഏത് നമ്പർ കോമൺ ആയിട്ടുള്ള? നോക്കിയേ, 2 കോമൺ ആണോ? അല്ല, 3 കോമൺ ആണ് അല്ലേ? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ നമുക്ക് HCF സുഖമായിട്ട് കിട്ടി. എത്രയാണ്? 3. ഈ LCM അല്ല കണ്ടുപിടിക്കണ്ടേ? LCM ഈക്വൽ ടു, ഒന്നുമില്ല LCM, ഈ കോമൺ ആയിട്ടുള്ള നമ്പർ ആദ്യം എഴുതുക. ഓക്കെ, അപ്പൊ എത്രയാണ് കോമൺ ആയിട്ടുള്ള നമ്പർ? 3 ആണ് അല്ലേ? ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ അങ്ങ് എഴുതി കൊടുക്കാം, മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട് അല്ലേ? 2 into 2 into 5 into 7. ബാക്കി നമ്പേഴ്സ് ഒക്കെ എത്രയുണ്ടോ അത് മൊത്തമായിട്ട് എഴുതണം കേട്ടോ. അപ്പൊ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 to 6, 6 to 12, 12 5 60, 60 into 7 420. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ആൻസർ കിട്ടിയില്ലേ? വേറെന്താ കണ്ടുപിടിക്കേണ്ട? LCM HCF കണ്ടുപിടിക്കുക അല്ലെ? കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ
അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ എല്ലാം പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അല്ലെ? ഈ നമ്പേഴ്സ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. എന്താ കാണുന്നുണ്ടോ? എന്താ കാണുന്നത്? 17, 23, 29 തന്നെ അല്ലെ? ഞാനും അതിനാണ്. പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? പറയാൻ പറ്റുമോ എന്താന്നുള്ളത്? 17 എന്ന് പറയുന്ന ആരാണ്? പ്രൈം നമ്പർ ആണ്. 23 ആരാണ്? പ്രൈം നമ്പർ ആണ്. 29 ആരാണ്? പ്രൈം നമ്പർ ആണ്. അപ്പൊ നമുക്ക് ആക്ച്വലി ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല. എന്നാൽ ഞാൻ ഇവിടെ ഒന്ന് എടുത്ത് എഴുതുവാണ്. 17 ഒരു പ്രാവശ്യം. ഓക്കെ, 23 ഒരു പ്രാവശ്യം, 29 ഒരു പ്രാവശ്യം. കഴിഞ്ഞു, പ്രൈം ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് ഇവിടെ മാറ്റി എഴുതാം. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 17 ഈസ് ഈക്വൽ ടു 17 into 1. ഒന്നുമില്ലെങ്കിൽ അവിടെ 1 ഇട്ടേക്കണം കേട്ടോ. എന്നാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് അങ്ങോട്ട് ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത ആരാണ്? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 23 ഈസ് ഈക്വൽ ടു 23 into 1. അടുത്തത് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 29 ഈസ് ഈക്വൽ ടു 29 into 1. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് കണ്ടുപിടിക്കണം? LCM HCF അല്ലെ? ഫസ്റ്റ് HCF നോക്കാം. HCF ഈക്വൽ ടു, എടാ ഇവിടെ കോമൺ നമ്പർ ഒന്നും കാണുന്നില്ലല്ലോ. ഉണ്ടല്ലേ? 1 ഉണ്ട്. നമ്മൾ ഈ 1 എഴുതിയിട്ടെങ്കിൽ നമ്മളെന്താ ചിന്തിക്കാറിയോ? ഇവിടെ 1 എഴുതിയിട്ട് ഒറ്റ കോമൺ നമ്പർ ഇല്ല. അപ്പൊ HCF 0 അങ്ങനെ മനസ്സിലാക്കും. പക്ഷെ അതെന്താണ്? അത് തെറ്റാണ്. അപ്പൊ നമ്മൾ ആരെ കൂട്ടണം? 1നെ കൂട്ടണം. കാരണം 1നെ കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ തന്നെ, ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് HCF ആരെ കിട്ടി? HCF ഈക്വൽ ടു 1 കിട്ടി. ഇനി LCM ഈസ് ഈക്വൽ ടു എത്രയാണ്? 17 into 23 into 29. നമുക്ക് ഇതിനകം മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടുക? 17 into 23 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യട്ടെ ഫാസ്റ്റ് ആയിട്ട്. 17 into 23. അപ്പൊ 3 into 7 21, 3 into 1 അങ്ങനെയൊന്നും കൂട്ടണ്ട. നിങ്ങൾ 10th എത്തിയില്ലേ? ഫാസ്റ്റ് ആയിട്ട് കൂട്ടിക്കോ. 17 into 3 എത്രയാ? 3 എത്രയാ? 51. ഓക്കെ, 2 into 17 എത്രയാ? 34. 1 5 4 9 391. 391 into അടുത്ത നമ്പർ ഏതാ? 29 അല്ലേ? 29. അപ്പോ 9 into 391 എത്രയാ? അതും ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. 9 into 1 9, 9 into 9 81, 8 ബാലൻസ് 3 9 27 8 35. 2 into 391 ഈക്വൽ ടു എത്രയാ? 2 into 9 18 8 1 ആക്കി 6 1 7. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 11,339. എത്ര കിട്ടിയത്? 11,339. അങ്ങനെ തന്നെയാണോ ആൻസർ വരിക? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, കറക്റ്റ് ആണ്. 11,339. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ടാമത്തെ ആൻസർ കിട്ടി അല്ലേ? ഇനി നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്താം. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പോവാണ്. അപ്പൊ മൂന്നാമത്തെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 8ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് അല്ലെ? 8ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇത് എങ്കിൽ പോരാ അല്ലെ? എങ്കിൽ പോരാ. നമ്മൾ എന്ത് ചെയ്യുന്നു? 8ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം ഏത് നമ്പർ എടുക്കാം? 2 എടുക്കാം. 8ൽ 2 4 പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം, 2ൽ 2 1 പ്രാവശ്യം അല്ലെ? പിന്നെ 9ന്റെ എത്രയാ? ഏറ്റവും ചെറിയ നമ്പർ ഏതെടുക്കുക? എത്രയാണ്? 3 എടുക്കുക അല്ലെ? 3. 3ൽ 9 3 പ്രാവശ്യം പോകും. ഇത് നമുക്ക് ഏത് നമ്പർ ഉപയോഗിക്കാം? 3 ഉപയോഗിക്കാം, 1 പ്രാവശ്യം. അടുത്ത 25 എന്ന് പറയുമ്പോൾ 3 പോവില്ല, 5 അല്ലെ? 5 25ൽ 5 പ്രാവശ്യം, 5ൽ 5 തന്നെ എടുക്കാം, 1 പ്രാവശ്യം. അപ്പൊ സ്റ്റുഡൻസ് നമ്മൾ എന്ത് ചെയ്യണം ഇനി? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 8 ഈക്വൽ ടു 2 into 2 into 2.
അടുത്തത് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 9 ഈക്വൽ ടു എത്രയാണ് 3 into 3. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 25 ഈക്വൽ ടു 5 into 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എല്ലാം കിട്ടി. ഓക്കെ, നമുക്ക് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. എന്താണ് HCF കണ്ടുപിടിക്കുക. HCF ഈക്വൽ ടു ആരാണ് കോമൺ ആയിട്ടുള്ളത് എല്ലാത്തിലും? അയ്യോടാ, ഇതിൽ കോമൺ ആയിട്ട് ആരും കാണുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ഏതായിരുന്നു? 1 ഏതാ അല്ലെ? അപ്പൊ നമുക്ക് ഇൻറ്റു 1 കൊടുക്കാം. അപ്പോ HCF ആരാണ്? 3-ലുള്ള ആള് 1. ഒന്നും കാണുന്നില്ല, 1 കേട്ടോ HCF. അതാണ് അതിന്റെ ആൻസർ. ഇനി LCM ഈസ് ഈക്വൽ ടു എന്താണ്? എല്ലാം അങ്ങോട്ട് മൾട്ടിപ്ലൈ അല്ലെ? 2 into 2 into 2 into 3 into 3 into 5 into 5. അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ? 2 to 4, 4 to 8, 8 into 3 24, 24 into 3 equal to 72, 72 into 5 is equal to 360, 360 into 5 equal to 1800. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 പോവാം.